Hey, good evening, everyone. എൻ്റെ പേര് സെബാസ്റ്റ്യൻ. ഇന്ന് നമ്മൾ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് അതായിരിക്കും നമ്മൾ ഇന്ന് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ നോക്കുന്ന ടോപ്പിക്സ്. ഓക്കെ, ഓൾ റൈറ്റ്. ഐ വിൽ ജസ്റ്റ് വെയിറ്റ് ഫോർ എ ഫ്യൂ സെക്കൻഡ്സ്. ജസ്റ്റ് ജോയിൻ ചെയ്തിട്ടുള്ളവരുടെ കമൻസ് ഒക്കെ ഒന്ന് കാണട്ടെ. യു ക്യാൻ ജസ്റ്റ് പോസ്റ്റ് യുവർ കമൻസ്. ജസ്റ്റ് ടെൽ us യുവർ നെയിം, നിങ്ങളുടെ പേരൊന്ന് പറയുക. And probably you can also tell us where you are from. Really helpful for us. Okay, so ആപ്റ്റിറ്റ്യൂഡ് അതിനെപ്പറ്റി നിങ്ങൾ എന്തുമാത്രം സ്റ്റഡി ചെയ്തിട്ടുണ്ട്, എന്തുമാത്രം റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ അല്ലെങ്കിൽ റിസർച്ചിനകത്ത് നിങ്ങൾക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനുള്ള ആ ഒരു 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 കേപ്പബിലിറ്റി നിങ്ങൾ ഗെയിൻ ചെയ്തിട്ടുണ്ട്. ഹായ് ആഷ്ന, ഗുഡ് ഈവനിങ്. ഹൗ ആർ യു ആഷ്ന? എന്തൊക്കെയുണ്ട് വിശേഷം? അതേപോലെ തന്നെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിനകത്ത് എത്രത്തോളം നോളജ് നിങ്ങൾ ഗെയിൻ ചെയ്തിട്ടുണ്ട്? ഹായ് ബിൻഷ, ഗുഡ് ഈവനിങ്. Oh, Binsha from Calicut. Yes, good to know that you're from Calicut. Welcome to the class. Okay. And ഇതിന് ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇതിന് നിങ്ങളെടുത്ത് ചോദിക്കുന്നത്? ഇപ്പം ആപ്റ്റിറ്റ്യൂഡിൽ എന്ത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരിക? സ്ട്രെയിറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കുമോ, അതോ ഇനി അത് എന്താ പറയണ്ട ആപ്ലിക്കേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കുമോ, സിനാരിയോ സിറ്റുവേഷൻസ് തന്നിട്ട് ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണോ? ഈ നമ്മൾ സിലബസിന്റെ ഒരു വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടായിരിക്കണം. ഒരു തറോ നോളജ് അബൌട്ട് ദ സിലബസ്. അപ്പോൾ ഈ സിലബസിന്റെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് എൻട്രിയിൽ നിന്ന് തന്നെ അത് അവൈലബിൾ ആക്കുന്നുണ്ട്. അത് അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് ഈ എക്സാമിനേഷന്റെ വെബ്സൈറ്റിൽ നിന്ന് നോക്കിയാലും യു വിൽ ഗെറ്റ് ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ അബൌട്ട് ദ സിലബസ്. അപ്പോൾ സിലബസ് വളരെ വ്യക്തമായിട്ട് കൃത്യമായിട്ട് നോക്കുക. കാരണം ഈ ആപ്റ്റിറ്റ്യൂഡ് നിങ്ങളുടെ എന്താ പറയേണ്ടത് റിട്ടൺ ടെസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു എക്സാമിന് മാത്രമല്ല, നിങ്ങൾ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്തും ഈ ആപ്റ്റിറ്റ്യൂഡ്സ് കം ഇൻ ടു പിക്ചർ. എസ്പെഷ്യലി നിങ്ങളുടെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് അവിടെ വളരെ പ്രോമിനന്റ് ആയിരിക്കും. അതിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ഇന്റർവ്യൂവിന് പോലും ചോദിക്കാൻ വളരെയധികം ചാൻസ് ഉള്ളതാണ്. എഗെയിൻ ആപ്ലിക്കേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പൊ ജസ്റ്റ് നമ്മൾ ആ ഒരു കോൺസെപ്റ്റ് പഠിച്ച് അങ്ങ് മുമ്പോട്ട് പോവുക എന്നുള്ളത് മാത്രമല്ല, ഇത് എവിടെയൊക്കെയാണ് ഇത് ആപ്ലിക്കബിൾ, എങ്ങനെയാണ് ഇതിനെ നമ്മൾ യൂസ് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ്സ് റിയലി വെരി ഇമ്പോർട്ടൻറ്റ്. യെസ്, സോ ഹു എൽസ് ടു ബി ഹാവ് ഹിയർ? Pratibha. Hi Pratibha, you're from Idiki. Welcome to the class. And I can see somebody from Rubes Academy. Hi, good evening. And okay, Ashna is from Kannur. Okay, good, very good, very good. Good to know that. Okay. Alright, so ഞാൻ ഈ സംസാരിച്ചു പോകുന്നതിന്റെ ഇടയിൽ ഇഫ് യു ഡു ഹാവ് എനി ക്വസ്റ്റ്യൻസ്, എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ക്വിക്ലി ഒരു മെസ്സേജ് അവിടെ പോസ്റ്റ് ചെയ്താൽ മതി. അതിന്റെ ആൻസർ എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഇൻസ്റ്റന്റ്ലി ഞാനത് ആൻസർ ചെയ്യും. ആൻഡ് ഇഫ് ഐ ഹാവ് എനി ഡിഫിക്കൽട്ടി ഇൻ ഗിവിംഗ് യു ദ ആൻസർ, ഐ വിൽ ഫൈൻഡ് ദ ആൻസർ ആൻഡ് ഗിവ് ഇറ്റ് യു. അങ്ങനെയായിരിക്കും നമ്മൾ പ്രൊസീഡ് ചെയ്യുന്നത്. ആൻഡ് എസ്പെഷ്യലി നിങ്ങൾ എക്സാമിനെ തന്നെ ബേസ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഐ മേ നോട്ട് ബി in an authoritative position to give you the answer for that. പക്ഷേ നമ്മുടെ സബ്ജക്റ്റിനെ പറ്റിയാണെന്നുണ്ടെങ്കിൽ, ദാറ്റ് ഈസ് അവർ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആയിരുന്നാലും റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ആയിരുന്നാലും, ഐ വിൽ ട്രൈ ടു ഹെൽപ്പ് യു മാക്സിമം വിത്ത് ഓൾ ദോസ് തിങ്സ്. ആൻഡ് നമ്മുടെ വളരെ അധികം ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ക്ലാസ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇറ്റ്സ് അവൈലബിൾ ഓൺ എൻട്രി ആപ്പ്. യു ക്യാൻ ജോയിൻ ദ ആപ്പ്, പ്രോബബ്ലി കോഴ്സസിന് സബ്സ്ക്രൈബ് ചെയ്യാം. ആൻഡ് യു വിൽ ഗെറ്റ് എ ലോട്ട് ഓഫ് ഇൻഫർമേഷൻ ഫ്രോം ദേ. അത് വളരെയധികം എക്സാമിന് വേണ്ടിയിട്ട് തന്നെ ടാർഗറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ലെക്ചേഴ്സ്, നോട്ട്സ്, മോക്ക് ടെസ്റ്റ്, ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതാണ്. ഹായ് ലിനിയ, ഗുഡ് ഈവനിങ്. ആൻഡ് ഉമ ഗോവിന്ദ്, good evening Uma. Aparna, hi, good evening Aparna. And I can see somebody from AK Music World.
AK Music World, എന്താണ്? Do you create music or do you sell music created by others? അതോ സ്റ്റുഡിയോ ആണോ? What is it that you do? Yeah. Okay. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഒന്നും കൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടൈപ്പ് അല്ലെങ്കിൽ ഈ ടോപ്പിക്സിൽ നിന്ന് നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മളെ ഒരുപാട് ഡിഫറെൻ്റ് ആക്കാനായിട്ട് അല്ലെങ്കിൽ എക്സാമിൽ കുറെ നമുക്ക് മുന്നേറാനായിട്ട് സാധിക്കുന്നതാണ് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഒന്ന്, ഇത് നമ്മളൊന്ന് ഫോക്കസ് ചെയ്ത് നമ്മളൊന്ന് വായിച്ച് ഇതിൻ്റെ ലെസൺസ് ഒക്കെ കണ്ടൊന്ന് പഠിച്ചു പോവുകയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയും. ഓക്കെ, നമ്മൾ ആ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് നോക്കുകയാണെങ്കിൽ സ്ലൈറ്റ്ലി ഡിഫിക്കൽട്ട് ആയിരിക്കും റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്. അവിടെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഡീപ്പ് നോളജ് തന്നെ അതിനകത്ത് നമ്മളൊന്ന് ബിൽഡ് ചെയ്തെടുക്കണം. പക്ഷെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിനകത്ത് മോസ്റ്റ് ഓഫ് ദ ടൈംസ് നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ലോജിക്കലി നമ്മളൊന്ന് തിങ്ക് ചെയ്താൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ബട്ട് ദെൻ ആ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാകുമ്പോഴാണ് വി വിൽ ബി ഏബിൾ ടു ചൂസ് ദ റൈറ്റ് ആൻസർ. ആൻസേഴ്സും ഒക്കെ വളരെ സ്പെസിഫിക് ആയിട്ട് വളരെ ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ആൻസേഴ്സ് ഒക്കെ ആയിരിക്കും അവര് അവിടെ പ്രസന്റ് ചെയ്യുന്നത്. സോ സംടൈംസ് യു മേ ഗെറ്റ് കൺഫ്യൂസ്ഡ്, അങ്ങനെയുള്ള ചാൻസസും ഒക്കെ ഉണ്ട്. അപ്പം നമുക്കിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് റിവ്യൂ ചെയ്യാം. അതിപ്പം ടീച്ചിങ്ങിലെ ആയിരുന്നാലും റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിലായിരുന്നാലും നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് റിവ്യൂ ചെയ്യാം. റിവ്യൂ ചെയ്ത് അതിൻ്റെ ആൻസേഴ്സ് എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം. ആൻഡ് ഓരോ സമയത്തും നമ്മൾ ഓക്കെ AK Music World, I can see that you create music. Okay, that's excellent. So you're a musician. Okay, good. And Rajisha from Calicut. Hi, Rajisha. All right. Okay. Apo, coming back to the topic again, നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ പ്ലീസ് ടു ലെറ്റ് മീ നോ. എനിക്ക് അതിനകത്ത് വളരെയധികം ഇൻട്രസ്റ്റ് ആണ് നിങ്ങൾക്കുള്ള സ്പെസിഫിക് ക്വസ്റ്റ്യൻസിൽ. കാരണം ഞാനൊരു സെറ്റ് ഓഫ് ഇൻഫർമേഷൻ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്ന് അത് നിങ്ങൾക്ക് ഡെലിവർ ചെയ്യുമ്പോഴത്തേക്ക് ഓക്കെ, അത് ഞാൻ പ്രൊവാക്റ്റീവായിട്ട് നിങ്ങൾക്ക് അങ്ങോട്ട് തരുന്നത്. ബട്ട് വെൻ ഐ എം ഏബിൾ ടു ഗിവ് യു വാട്ട് യു വാണ്ട്, നിങ്ങൾക്ക് ആവശ്യമുള്ളത് തരാൻ പറ്റുമ്പം ഐ തിങ്ക് ഐ ആഡ് മോർ വാല്യൂ ടു യുവർ ലൈഫ്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ പറയൂ എന്ന് ഞാൻ പറയുന്നതിൻ്റെ ഒരു കാരണം അതാണ്. Now, research aptitude in going to teaching aptitude. But teaching aptitude നമുക്ക് ഒരുപാട് ടീച്ചിങ് മെത്തേഡ്സ് ഉണ്ട്, അതിൻ്റെ കോൺസെപ്റ്റ്സ് ഉണ്ട്, ഓരോ ടീച്ചിങ് റൂൾസിലേക്ക് നമ്മൾ അറൈവ് ചെയ്തേക്കുന്നതിൻ്റെ പിന്നിൽ ഓരോ റീസൺസ് ഉണ്ട്. ഈ റീസൺസ് ഒക്കെ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം. അവിടെയാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് മനസ്സിലാക്കി പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന ആ ഒരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാകണമെങ്കിൽ വി ഷുഡ് ബി ഗുഡ് വിത്ത് ഓൾ ദോസ് തിങ്സ്. ഒന്ന്, നമ്മുടെ ബ്ലൂംസ് ടാക്സോണമി, അതിനകത്ത് നിന്ന് ഒട്ടുമിക്ക പ്രാവശ്യവും എന്തെങ്കിലുമൊക്കെ അതിനകത്ത് നിന്ന് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത വളരെ അധികമാണ്. അപ്പൊ ബ്ലൂംസ് ടാക്സോണമി എന്താണ്, ടാക്സോണമി ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതിൻ്റെ ക്ലാസ്സസും എൻട്രിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. ആ എൻറ്റയർ കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സസ്. ആൻഡ് അതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ആപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്, ഓരോ സ്റ്റേറ്റ്മെന്റ്സ് ആര് പറഞ്ഞു, അല്ലെങ്കിൽ ഇന്ന ഐഡിയ ആരുടെ കോൺട്രിബ്യൂഷൻ ആണ്, ദീസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആർ ഓൾസോ റിയലി വെരി ഇമ്പോർട്ടൻറ്റ് എന്ന് വേണം നമുക്ക് പറയാനായിട്ട്. ആൻഡ് നമ്മൾ ഒരു സിലബസിന്റെ കാര്യത്തിൽ ജസ്റ്റ് ഒരു ക്വിക്ക് ആയിട്ടൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സേ നിങ്ങളുടെ പേപ്പർ 1 കാറ്റഗറി 1-ന് സിലബസ് സ്ലൈറ്റ്ലി ഡിഫറെൻ്റ് വെൻ യു ലുക്ക് അറ്റ് കാറ്റഗറി 2. പക്ഷേ ഏകദേശം എല്ലാം അവിടെ തന്നെ നമുക്കത് കവർ ചെയ്ത് പോകുന്നുണ്ട്. തിയറീസ് ഓഫ് ലേണിംഗ് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് കണ്ടീഷനിങ്, എന്താണ്, ഇതൊക്കെ ആരൊക്കെയാണ് ഇതൊക്കെ പ്രൊപ്പോസ് ചെയ്തിട്ടുള്ളത്, ഈ വക ഇൻഫർമേഷൻ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് തിങ്സ്, ഇത് തങ്ങളിലുള്ള ഡിഫറൻസ് എന്താണ്, ഈ തങ്ങളിലുള്ള ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഏത് സിറ്റുവേഷനിൽ ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതേപോലെ എന്താ പറയേണ്ടത്, നമ്മൾ മറ്റ് ലേണിംഗ് കോൺസെപ്റ്റ്സ്, സ്റ്റുഡൻസ് ലേൺ ചെയ്യുന്നതിൻ്റെ കോൺസെപ്റ്റ്സ് എന്തൊക്കെയാണ്, അവർ ഏത് ഏജിൽ എന്ത് ലേൺ ചെയ്യാനുള്ള ആ ഒരു എന്താ പറയേണ്ടത് ഡെവലപ്മെന്റ് ഉണ്ടായിരിക്കും. ഓൾ ദോസ് തിങ്സ് ആർ റിയലി വെരി
ഇമ്പോർട്ടൻറ്റ്. ഞാനത് ഒരുപാട് സ്ഥലത്ത് ഞാൻ ആ ടേംസ് അവോയ്ഡ് ചെയ്തിട്ട് ജസ്റ്റ് അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതായിരിക്കും പറയുന്നത്. ബിക്കോസ് ദാറ്റ് ഈസ് വാട്ട് യു റിയലി നീഡ് ടു അണ്ടർസ്റ്റാൻഡ്. പക്ഷേ ആ ടേംസും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. കാരണം കണ്ടിന്യൂസ് ഇവാലുവേഷൻ എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ള ആ ഒരു ചോദ്യം വരുവാണെന്നുണ്ടെങ്കിൽ, വേ ഡു യു തിങ്ക് ആ ഒരു കണ്ടിന്യൂസ് ഇവാലുവേഷൻ നമുക്ക്, അല്ലെങ്കിൽ നമ്മുടെ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ നമ്മൾ അത് പഠിച്ചു വെച്ച് അതിന്റെ പെർസ്പെക്റ്റീവ്സ്, അതിന്റെ പ്രാക്ടീസ് എല്ലാം മനസ്സിലാക്കി വെച്ച്, ബട്ട് യു മൈറ്റ് ഗെറ്റ് എ ക്വസ്റ്റ്യൻ സേയിങ് ഏത് ഏജിലാണ് അല്ലെങ്കിൽ ഏത് സ്റ്റേജിലാണ് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വരും. അപ്പൊ ഇതൊരു പക്ഷേ നമുക്ക് ആ ഒരു കോൺസെപ്റ്റ് ഇന്ന് ഡയറക്റ്റ് ആയിട്ട് അവിടെ പറയത്തില്ലായിരിക്കും എവിടെ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളത്. അതിൽ നിന്ന് മനസ്സിലാക്കുന്ന നമ്മുടെ ജഡ്ജ്മെന്റ് യൂസ് ചെയ്ത് വി മൈറ്റ് ഹാവ് ടു go forward with a proper answer for these kind of questions. All right. Yes. Umul Hira, hi, good evening. Neetu from Alapura. Hi, Neetu. Good evening, Neetu. And once again, I welcome you all to the class. Okay. അപ്പോൾ നമുക്കിനിയിപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിലേക്ക് വി ക്യാൻ ജസ്റ്റ് സ്റ്റാർട്ട് വർക്കിംഗ് ഓൺ ദാറ്റ്. ഞാൻ ഐ വിൽ ജസ്റ്റ് ട്രൈ ടു ഷോ യു സം ക്വസ്റ്റ്യൻസ് ഹിയർ and let's see if you can guess the answers for those particular questions. ഞാൻ concepts as such ഞാൻ explain ചെയ്യുന്നില്ല. I'll just straight away get on to the questions. I think that would be a little more better way to try and help you guys out here എന്നുള്ളതാണ്. So I would just like to share my screen. Alright, in the meanwhile, ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ പുതിയതായിട്ട് ജോയിൻ ചെയ്തവർ നിങ്ങളുടെ പേരും നിങ്ങൾ ഏത് സ്ഥലത്തു നിന്നാണ് എന്ന് പറഞ്ഞ് ഒന്ന് നമുക്കൊരു ഒരു ചെറിയ ഒരു ഇൻട്രൊഡക്ഷൻ തന്നാൽ ഇറ്റ് വുഡ് റിയലി ബി നൈസ്, സോ ദാറ്റ് ഐ വുഡ് നോ ഹൂം ഐ എം ടോക്കിംഗ് ടു. ആൻഡ് പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്നവർക്ക് യു ക്യാൻ സീ മൈ നെയിം ഓൺ ദ സ്ക്രീൻ. എൻ്റെ പേര് സെബാസ്റ്റ്യൻ. ഓക്കെ, ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് ഫോർ മീ? ഇഫ് യെസ്, പ്ലീസ് ഗോ അഹെഡ് and ask me those questions. And I would be glad to help you with the answers. Okay. Let me just share my screen here. Okay, so here we go. Now, here is the first question about who is a successful teacher. Who is a successful teacher? നിങ്ങൾക്ക് 4 ഓപ്ഷൻസ് നിങ്ങളുടെ മുന്നിൽ കാണാം. You can just look at the options and try and give me the answer. നിങ്ങൾക്ക് എന്താ പറയേണ്ടത്? ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് തോന്നുന്ന ആൻസർ ഏതാണ്? ഇതിനകത്ത് ഒരു സക്സസ്ഫുൾ ടീച്ചർ ആരാണെന്ന് പറയുമ്പോൾ ഐ മീൻ എങ്ങനെ അതിനകത്ത് നമുക്ക് പറയാൻ പറ്റും? യെസ്, ഉമ്മുൽ ഹൈറ, സിലബസ് PSC പ്രിസ്ക്രൈബ് ചെയ്യുന്ന സിലബസ് ഉണ്ട്. ദേ ഹാവ് പ്രിസ്ക്രൈബ്ഡ് ദ സിലബസ് ഫോർ ദിസ്. അപ്പോൾ എന്തൊക്കെയാണ് അതിനകത്ത് വരുന്ന ടോപ്പിക്സ് എന്നും ആ ടോപ്പിക്സ് കവർ ചെയ്യേണ്ടത് ജസ്റ്റ് ആ ടോപ്പിക് നെയിംസ് തന്നെയാണ് അവരുടെ ആ ഒരു പ്രിസ്ക്രൈബ്ഡ് സിലബസ് എന്ന് പറയുന്നത്. ഇറ്റ്സ് ഹ്യൂജ്. ഓൾമോസ്റ്റ് ഈ ആപ്റ്റിറ്റ്യൂഡ് നോക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ BEdനൊക്കെ പഠിക്കുന്ന ഓൾമോസ്റ്റ് അത് എല്ലാം തന്നെ അവിടെ കാണുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകും. സോ I have shared the screen. Is it really not visible? Okay. It shows that the screen is visible. Yeah. Okay. Yes. Now, I hope you can see the screen. Yeah, I have displayed the screen now. ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ സ്ക്രീൻ? Yeah, now it is okay. Thank you, Umul Haira. Okay, so who is a successful teacher? നമ്മുടെ ഓപ്ഷൻസ് എന്തൊക്കെയാണ്? One who can communicate effectively, yeah. One who can organize his or her teaching and learning activities systematically, conveys it effectively, and is qualified. Yeah. Aparna, ipam screen already share ചെയ്തിട്ടുണ്ട്. You are going by option B.
Yes, I will also say option B is the correct answer here. And option B, it is somebody who can organize his or her teaching and learning activities systematically, conveys it effectively, അവിടെയാണ് ആ ഒരു proper communication വരുന്നത്, and is also qualified. ഇതെല്ലാം നമുക്ക് ഉണ്ടായിരിക്കണം. Okay, let's move on to the next question and see. Now, choose all that is true about teaching. ടീച്ചിങ്ങിനെ കുറിച്ച് ട്രൂ ആയിട്ടുള്ള സെന്റൻസസ് എന്തൊക്കെയാണ് ഇതിനകത്ത് നമുക്കുള്ളത്? ടീച്ചിങ് ഇസ് എൻ ആർട്ട് ആൻഡ് സയൻസ്. ഓക്കെ, ഇതായിരിക്കും ഒരു പക്ഷേ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ ലെസൺ നമ്മൾ കാണുമ്പം അതിനകത്ത് കിട്ടുന്ന വെരി ഫസ്റ്റ് സെന്റൻസ് നമുക്ക് ഇത് തന്നെയായിരിക്കും. ആൻഡ് ടീച്ചിങ് ഇസ് എ സിസ്റ്റം ഓഫ് പ്രൊഫഷണൽ ആക്ഷൻസ് പെർഫോംഡ് ബൈ എ ടീച്ചർ. The process of teaching can be analyzed into components and assessed separately. What do you think is the right answer here? Option D, which is all of the above. Yeah, other than the right answer. Option D thaniyana. Okay, good, excellent. I can see a lot of people have chosen option D. I'm really very happy to see this or to know this. You know your subject, you know your topic, which means you are in the right direction. The third one here. Which among the following is the most vital aspect of teaching? ഈ തന്നിട്ടുള്ള 4 ഓപ്ഷൻസിൽ ഏതാണ് മോസ്റ്റ് വൈറ്റൽ ആസ്പെക്ട്സ്? സി, okay, straight away, I mean, you have gone to option D. Okay, looks like you already knew the question and the answer. Yeah, ഓപ്ഷൻ ഡി തന്നെയാണ്. അപ്പൊ എല്ലാ പോയിന്റ്സും ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഇതിനകത്ത് പറഞ്ഞേക്കുന്ന എ ബി സിയിൽ പറഞ്ഞിട്ടുള്ള 3 പോയിന്റ്സും നമുക്ക് ഇമ്പോർട്ടന്റ്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും വൈറ്റൽ ആയിട്ടുള്ള മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് അത് എയും സിയും ആണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ്. അപ്പോൾ അല്ല, എ ടു സിയിൽ പറഞ്ഞിട്ടുള്ള എല്ലാം ഇമ്പോർട്ടന്റ് ആണെങ്കിലും എയിലെ പോയിന്റ് ആണ്. ദാറ്റ് ഈസ് ദ കപ്പാസിറ്റി ഓഫ് ദ ടീച്ചർ ടു ഇൻസ്റ്റിൽ enthusiasm for a given field എന്നുള്ളതാണ്. Okay, yeah, we will try to make it available. Uma Govind, ഇതിന്റെ PDF അവൈലബിൾ ആക്കാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ നോക്കിയിട്ട് നമ്മുടെ ഓർഗനൈസറോട് പറഞ്ഞിട്ട് if it is possible, we will make it available. Okay, and another way of doing it is by subscribing to the app, joining for the course. ഇങ്ങനെ കംപ്ലീറ്റ് മെറ്റീരിയൽസും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നതായിരിക്കും. റൈറ്റ്, ഹിയർസ് ദ നെക്സ്റ്റ് വൺ. ചൂസ് ഓൾ ദാറ്റ് ഇസ് ട്രൂ അബൌട്ട് ദ നേച്ചർ ഓഫ് ടീച്ചിങ്. ടീച്ചിങ്ങിന്റെ ആ ഒരു നേച്ചർ എന്താണ്, അതിന്റെ ആ ഒരു സ്വഭാവം എന്താണ്? സോ I mean, everything that is true about the nature of teaching is what we have to discuss here. Sorry, that moved off from the previous question. Okay, fine. So ഇവിടെയാണ് all that is true about the nature of teaching. Teaching is a career for those who are convinced about the importance of education and are willing to commit themselves to the cause of education. Teachers in higher education often spend several hours of researching and preparing for their lectures. And third point കൂടി അവിടെയുണ്ട്. Yes, the correct answer is option D. And ഇതിനകത്ത് ഈ ഓപ്ഷൻ എയിൽ പറയുന്ന സംഗതികളുണ്ടല്ലോ, this is really very important from your interview point of view. അത് വളരെയധികം ഈ ഒരു സംഗതി നമ്മളങ്ങ് നമ്മുടെ ഹൃദയത്തിൽ കയറ്റുക, നമ്മളുമായിട്ട് ചേർന്ന് ഇങ്ങനെ തന്നെ ആയിരിക്കണം നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് എന്ന് നമ്മൾ അങ്ങ് തീരുമാനിക്കുക. ഇറ്റ് ഈസ് എ കരിയർ ഫോർ ദോസ് ഹു ആർ കൺവിൻസ്ഡ് അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ. അപ്പോൾ നമ്മൾ എഡ്യൂക്കേഷൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസിൽ കൺവിൻസ്ഡ് ആണ്. അത് നമ്മളെ ഇന്റർവ്യൂ ചെയ്യുന്നവരടുത്ത്, അത് ഈ ഗവൺമെന്റ് ജോബിന്റെ ഇന്റർവ്യൂ ആയിരുന്നാലും ശരി തന്നെ, നിങ്ങളൊരു എന്താ പറയേണ്ടത്, ഒരു പ്രൈവറ്റ് സ്കൂളിൽ ഒരു സ്റ്റോപ്പ് ക്യാപ്പ് അറേഞ്ച്മെന്റ് എന്ന രീതിയിൽ ഒരു ജോലിക്ക് പോയാൽ പോലും ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്താ പറയേണ്ടത്, ആൻസർ ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് മനസ്സിൽ വെച്ചേക്കുക. ആ ഒരു കോൺസെപ്റ്റിലേക്ക് നമുക്ക് നമ്മളെ തന്നെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത്, അത് ആ ഒരു ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. അപ്പൊ നേച്ചർ ഓഫ് ടീച്ചിങ് എന്ന് പറയുമ്പം ടീച്ചിങ്ങിന്റെ ഒരു സ്വഭാവം ഇതാണ്, അതുകൊണ്ട് ടീച്ചർ ഇങ്ങനെ ആയിരിക്കണം. ദാറ്റ് ഈസ് റിയലി വെരി ഇമ്പോർട്ടൻറ്റ്. ഓൾറൈറ്റ്, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഓക്കെ,
what is the meaning of the following sentence? അപ്പോൾ ഈ ഒരു സെന്റൻസ് കൊണ്ട് what do you understand എന്നുള്ളതാണ്. അപ്പോൾ the repetitive nature of work makes the task uninteresting unless the teacher is innovative enough to devise new techniques and take interest in giving new shape to the student activities outside his subjects. അപ്പൊ ഇതാണ് ഇതിനകത്ത് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ എന്താണ് നമ്മൾ ക്വിക്കായിട്ടൊന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? റെപ്പറ്റേറ്റീവ് നേച്ചർ ഓഫ് വർക്ക്. ഒരു ടീച്ചറിന്റെ വർക്ക് അല്ലെങ്കിൽ ജോബ് എന്ന് പറയുന്നത് എപ്പോഴും റെപ്പറ്റേറ്റീവ് നേച്ചറാണ്. എന്ന് പറഞ്ഞ സെയിം കാര്യങ്ങൾ തന്നെയായിരിക്കും വീണ്ടും വീണ്ടും ചെയ്യുന്നത്. പ്രോബബ്ലി ഒരു വർഷം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഈ വർഷം ചെയ്തത് തന്നെ ആയിരിക്കും അടുത്ത വർഷവും ചെയ്യുന്നത്. ഇഫ് യു ആർ ടീച്ചിങ് ദ സെയിം സബ്ജക്ട് ഇൻ ദ സെയിം ലെവൽ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ചേഞ്ച് വരാൻ പോകുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള ആ ഒരു ജോബ് നടന്നുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷനിൽ നമുക്ക് ഇൻട്രസ്റ്റ് കുറയാനുള്ള ആ ഒരു സാധ്യതയുണ്ട്. വീണ്ടും വീണ്ടും ഒരേ കാര്യം തന്നെ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു ടീച്ചർ ഇന്നോവേറ്റീവ് ആകണം. യെസ്, ഐ കൻ സീ a lot of people saying option D. Apo I can also see option C. Teachers must come up with new techniques and also come up with activities outside his or her subject. Option C is also mentioned. അപ്പൊ ഈ ഒരു സെന്റൻസിനകത്ത് ശരിക്കും പറഞ്ഞാൽ എയിലും ബിയിലും സിയിലും ഉള്ളത് എല്ലാം ആ ഒരു സെന്റൻസിനകത്ത് അല്ലെങ്കിൽ ആ ഒരു ചെറിയ റൈറ്റപ്പിനകത്ത് കവർ ചെയ്യുന്നുണ്ട്. സോ ഐഡിയലി ഇറ്റ് ഇസ് ഓപ്ഷൻ ഡി എന്ന് പറഞ്ഞാല് ഇതെല്ലാം ആ ഒരു ടീച്ചർ ചെയ്യുന്ന സംഗതികളാണ്, ടീച്ചർ കവർ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓപ്ഷൻ സി ഇസ് ഓൾസോ കറക്റ്റ്. ഇവിടെ എയും ബിയും സിയും ഇതിനകത്ത് ആപ്ലിക്കബിൾ ആണ്. ദാറ്റ് ഇസ് വൈ ഓപ്ഷൻ ഡി നമുക്ക് ഒരു പക്ഷേ നിങ്ങളുടെ എക്സാമിന് ഇതേപോലെ ഒരു ചോദ്യം നിങ്ങൾക്ക് കിട്ടിയെന്ന് വരണമെന്നില്ല. പക്ഷേ ഇവിടെ നമുക്ക് ആ ഒരു കോൺസെപ്റ്റ് കുറെ കൂടി ഒന്ന് ക്ലിയർ ആയി മനസ്സിലായി പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് ഒരു 4 ഓപ്ഷൻസും കൂടെ അവിടെ ഞാൻ വെച്ചേക്കുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ ഡി ആണ് നമ്മൾ ഇവിടെ നോക്കേണ്ടത്. കാരണം ഈ ഓപ്ഷൻ എയിൽ പറയുന്നതും ഇവിടെ പറയുന്നുണ്ട്, റെപ്പറ്റേറ്റീവ് നേച്ചറിന്റെ കാര്യം അവിടെ പറയുന്നുണ്ട്. സോ ദാറ്റ് ഇസ് ഡേ. ആൻഡ് യുനോ ഈ സമയം നീങ്ങുന്ന അനുസരിച്ച് ഒരു ടീച്ചറുടെ ജോബ് ലെസ് ഇൻട്രസ്റ്റിംഗ് ആകാനുള്ള ആ ഒരു സാധ്യതയുണ്ട് ബിക്കോസ് ഓഫ് ദ റെപ്പറ്റേറ്റീവ് നേച്ചർ. അതും അവിടെ പറയുന്നുണ്ട്. ആൻഡ് അതിനെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സ് ഹാവ് ടു കം അപ്പ് വിത്ത് ന്യൂ ടെക്നിക്സ് എന്നുള്ളതും ആ ഒരു സെന്റൻസിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ ഇത് മൂന്നും അവിടെ പറയുന്നതാ. Your correct answer is option D, which is all of the above എന്നുള്ളതാണ്. Now, അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിയാണ്. The nature of teaching is such that it requires the teacher to have certain specific qualities. അപ്പോ ടീച്ചിങ്ങിന്റെ ഒരു സ്വഭാവം ഇങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ടീച്ചർക്ക് കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം. ആൻഡ് ഇതിൽ നിന്ന് ഐഡന്റിഫൈ ദ വൺസ് വിച്ച് ആർ റിയലി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇത് എക്സ്റ്റെൻസീവ് സബ്ജക്ട് നോളജ്, ഏബിൾ ടു എക്സ്പ്ലെയിൻ ഫാക്ട്സ്. അപ്പൊ ഏബിൾ ടു എക്സ്പ്ലെയിൻ ഫാക്ട്സ്, കോൺസെപ്റ്റ്സ്, തിയറീസ്, ഇതെന്താണ്? ഇതൊരു ടീച്ചറിന്റെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസിനെയാണ് ഇതിവിടെ ഈ പറയുന്നത്. അപ്പോ ടീച്ചേഴ്സ് നീഡ് അനലിറ്റിക്കൽ മൈൻഡ് സെറ്റ്. പലപ്പോഴും കാര്യങ്ങൾ ഡിഫറെന്റ് ആംഗിൾസിൽ നിന്ന് നോക്കി മനസ്സിലാക്കി ചേഞ്ചസ് വരുത്തേണ്ടടുത്ത് ചേഞ്ചസ് വരുത്താൻ കഴിയുന്ന ഒരു വ്യക്തി ആയിരിക്കണം ഒരു ടീച്ചർ എന്നുള്ളത്. ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് വായിക്കുക ഓൾ ദ ഓപ്ഷൻസ്. ചാടിക്കയറി നമ്മൾ ആൻസർ ചെയ്യുന്നതിന് മുമ്പേ യെസ്, ഇപ്പോൾ ഓപ്ഷൻസ് എല്ലാം വായിച്ചപ്പോഴത്തേക്ക് ഐ കെൻ സീ പീപ്പിൾ ആർ കമ്മിങ് വിത്ത് ഓപ്ഷൻ ഡി ആസ് ദി ആൻസർ. ഓപ്ഷൻ എ, ബി അല്ല എ, സി പറഞ്ഞവരുണ്ട്. അപ്പോൾ ഓപ്ഷൻ എയും നമുക്ക് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓപ്ഷൻ ബിയും നമുക്ക് വേണം. അത് ഈ ഒരു പ്രത്യേക സാഹചര്യം ടീച്ചിങ്ങിന് മാത്രം സ്പെസിഫിക് ആയിട്ട് വേണ്ട കുറെ കാര്യങ്ങളാണ് ഫോർ എ ടീച്ചർ ടു ബിക്കം എ ഗുഡ് ടീച്ചർ. യെസ്, സോ ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി. അപ്പൊ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുന്നതിന്റെ പ്രധാന റീസൺ എന്ന് പറഞ്ഞാൽ അഗെയിൻ ആ വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ആപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. സോ യു ഹാവ് ടു ഗെറ്റ് യൂസ്ഡ് വിത്ത് ദോസ് ക്വസ്റ്റ്യൻസ് ഓൾസോ. ജസ്റ്റ് ആ ഒരു ഡയറക്റ്റ് ആൻസർ ചൂസ് ചെയ്യുന്നതിന് പകരം കുറച്ച് നമ്മളൊന്ന് ചിന്തിച്ച് ചൂസ് ചെയ്യാനുള്ള ആ ഒരു ലെവലിലേക്ക് നമ്മൾ നീങ്ങുക എന്നുള്ളതാണ്. ആൻഡ് ഇതും ക്വസ്റ്റ്യൻ ഓൾമോസ്റ്റ് സിമിലർ ആണ്. നേരത്തെ കണ്ടതുപോലെ the nature of teaching is such that it requires the teacher to have certain specific qualities. Identify the ones are more important. Identify. അപ്പൊ ഈ തന്നേക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഏതാണ് എന്നുള്ളത് നോക്കുക എന്നുള്ളതാണ്.
ഇവിടുത്തെ ഓപ്ഷൻസ് ഡിഫറെൻ്റ് ആണ്, പക്ഷേ ക്വസ്റ്റ്യൻ നേരത്തെ ക്വസ്റ്റ്യൻ പോലെ ഓൾമോസ്റ്റ് സിമിലർ. അപ്പം നമുക്ക് എപ്പോഴും ആൻസർ ചൂസ് ചെയ്യേണ്ടത് നമുക്ക് കിട്ടിയിട്ടുള്ള ഓപ്ഷൻസിലെ ആൻസർ മാത്രമാണല്ലോ നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. സോ ഇവിടെ ഏതായിരിക്കും യോർ ആൻസർ? ഇവിടെ എ ആണോ, ബി ആണോ, സി ആണോ, അതോ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണോ? ടീച്ചേഴ്സ് സ്കൂളിനെ അസിസ്റ്റ് ചെയ്യാറില്ലേ ഔട്ട്സൈഡ് ദ എഡ്യൂക്കേഷൻ എന്നുള്ള ആ ഒരു രീതിയിൽ. ആൻഡ് എഡ്യൂക്കേഷൻ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് ടീച്ചേഴ്സ് വിൽ ഹാവ് ടു ഡു എക്സ്ട്രാ. ആൻഡ് എന്താ പറയേണ്ടത്, ഇതെല്ലാം ടീച്ചേഴ്സ് ഹെൽപ്പ് സ്റ്റുഡൻസ് അക്വയർ നോളജ്, ഷേപ്പ് ദിയർ ക്യാരക്ടർ, ഇതെല്ലാം അതിനകത്തുള്ളതാണ്. ആൻഡ് ശരിക്കും ഇവിടെയും ഇമ്പോർട്ടൻറ്റ് വൺസ് ഓപ്ഷൻ ഡി തന്നെയാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. എ ആൻഡ് ബി. സി, ഈ ഓപ്ഷൻ സിയും ശരിക്കും ഇമ്പോർട്ടൻ്റ് ആണ് ടു പ്രിപ്പയർ സ്റ്റുഡൻസ് ടു പാസ് ദ ബോർഡ് ഓർ യൂണിവേഴ്സിറ്റി എക്സാംസ്. ഇതും വേണം, പക്ഷേ ഈ പറയുന്ന ഓപ്ഷൻ സിയിലുള്ളത് അതായിരിക്കരുത് പ്രധാന ലക്ഷ്യം. പ്രധാന ലക്ഷ്യം അതായിരിക്കരുത്. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റിനെ, അതായത് ഒരു ഐഡിയൽ സിറ്റിസൺ ആയിട്ട് റേസ് ചെയ്ത് കൊണ്ടുവരുന്നതാണ് എഡ്യൂക്കേഷന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഇൻ ടേംസ് ഓഫ് ഇമ്പോർട്ടൻസ് നോക്കിയാൽ എയും ബിയും മാത്രമാണ് നമുക്ക് വളരെ. ഓക്കെ, ഹാവ് another question here for you. ഇവിടെ which among the following are examples of cognitive outcome or abilities? അപ്പൊ കോഗ്നിറ്റീവ് ഔട്ട്കം എന്താ, അല്ലെ കോഗ്നിറ്റീവ് എബിലിറ്റീസ് എന്താണ്? വാട്ട് ആർ കോഗ്നിറ്റീവ് എബിലിറ്റീസ്? അപ്പൊ ഏതൊക്കെയാണ് ഇവിടെ കോഗ്നിറ്റീവ് എബിലിറ്റീസ് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്? These are certain terms that you should know എന്നുള്ളത്. അപ്പൊ കോഗ്നിറ്റീവ് എന്നുള്ളത്, അപ്പൊ കോഗ്നിറ്റീവിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? ഒരു വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ ഒരു കാര്യത്തെ അപ്രിഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഴിവ്, ഇൻട്രസ്റ്റ്, ആ വ്യക്തിയുടെ വാല്യൂസ് എന്താണ്, ഡെഡിക്കേഷൻ ടു ഐഡിയാസ്, ഇതൊക്കെയാണോ കോഗ്നിറ്റീവ് എബിലിറ്റീസ് എന്ന് നമുക്ക് പറയാൻ കഴിയുക? അതോ എന്താ പറയേണ്ടത്, സെക്കൻഡ് ഓപ്ഷൻ ആണോ, സ്റ്റുഡൻസിനെ നോളജ് അക്വയർ ചെയ്യാൻ, അവരുടെ ക്യാരക്ടർ ഷേപ്പ് ചെയ്യാനായിട്ട്, അവരിൽ ഇൻഡിപെൻഡൻസ് വരുത്തിയെടുക്കുക, അവരുടെ സോഷ്യൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക, അതോ ജസ്റ്റ് റൈറ്റിംഗ്, റീഡിംഗ്, കാൽക്കുലേറ്റിംഗ്, സിംഗിങ്, ഡാൻസിങ്, ഇങ്ങനെയുള്ള സ്കിൽസ് ആണോ? ഓക്കെ, ഐ കൻ സി 7 in ഡി. അഷ്ന ഇപ്പം പറഞ്ഞേക്കുന്ന ഓപ്ഷൻ ഡി ഈ ക്വസ്റ്റ്യൻ്റെ ആണോ? ക്വസ്റ്റ്യൻ നമ്പർ 8ന്റെ ആണോ? ഓക്കെ, ഉമുൽ ഹിറ, യു ഹാവ് സെഡ്, ഉമുൽ ഹൈറ ഓപ്ഷൻ ബി എന്നാണ് പറഞ്ഞത്. ആൻഡ് സജീന കരീം ഓപ്ഷൻ എ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഓപ്ഷൻസ് ഇതിനകത്ത് പറയാനുണ്ട്? ഐഡിയലി ഇവിടെ ശരിക്കും നമുക്ക് വരുന്നത് ഓപ്ഷൻ ബി തന്നെയാണ്. അതാണ് നമ്മുടെ കോഗ്നിറ്റീവ് സ്കിൽസ് എന്ന് പറയുന്നത്. കോഗ്നിറ്റീവ് സ്കിൽസ് അല്ലെങ്കിൽ കോഗ്നിറ്റീവ് എബിലിറ്റീസ്, ഇതൊക്കെ ശരിക്കും മെന്റൽ സ്കിൽസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ മെന്റൽ സ്കിൽസ് എന്തിന് നമ്മൾ ഉപയോഗിക്കുന്നത്? നോളജ് ഗെയിൻ ചെയ്യാനായിട്ട്, ആൻഡ് ആ നോളജിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ, അതിനെ പല രീതിയിൽ തിരിച്ചും മറിച്ചും നമുക്ക് ഉപയോഗിക്കാൻ, ആ ഒരു നോളജിന്റെ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്, നമ്മൾ ഗെയിൻ ചെയ്ത നോളജ് യൂസ് ചെയ്ത് റീസണിങ്, പ്രോബ്ലം സോൾവിങ്, ഇതൊക്കെ നടത്തിയെടുക്കുക എന്നുള്ളതാണ് ശരിക്കും കോഗ്നിറ്റീവ് എബിലിറ്റീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. സോ ദിസ് ഇസ് വാട്ട് വി ഹാവ് ടു നോ. ഓപ്ഷൻ ബി ആണ് കോഗ്നിറ്റീവ് എബിലിറ്റീസിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് ഓപ്ഷൻ ബി ആണ് നമ്മൾ നോക്കേണ്ടത്. ഇനി അതും അല്ലെങ്കിൽ യു മൈറ്റ് ഗെറ്റ് എ ക്വസ്റ്റ്യൻ സെയിങ് a particular student acquires knowledge. അപ്പൊ ആൻഡ് ഇത് ഏത് എബിലിറ്റിയിൽ വരും? വിൽ ഇറ്റ് ബി പാർട്ട് ഓഫ് ദ കോഗ്നിറ്റീവ് എബിലിറ്റി ഓർ വിൽ ഇറ്റ് ബി പാർട്ട് ഓഫ് എനി അതർ എബിലിറ്റീസ് എന്നുള്ള ആ ഒരു ചോദ്യം നമുക്ക് ഇവിടെ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. സോ ഓപ്ഷൻ ഡി അല്ല, ഓപ്ഷൻ ബി ആണ് നമുക്കിവിടെ റൈറ്റ് ആൻസർ. എ ആൻഡ് ബി ഒന്നിച്ച് വരില്ല ഇതിനകത്ത്, കാരണം ഇത് ക്ലിയർലി ഡിഫൈൻ ചെയ്ത് പറയുന്ന. ഉമ്മൽ ഹൈറ, വി വിൽ ഗെറ്റ് ടു ഓപ്ഷൻ എ. ഓക്കെ, യെസ്. ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ ആദ്യം കോഗ്നിറ്റീവ് ഡൊമൈൻ്റെ കാര്യം നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്ത്, അല്ലെങ്കിൽ കോഗ്നിറ്റീവ് എബിലിറ്റീസ് എന്ന് നമ്മൾ പറഞ്ഞ്, ഇനി അടുത്തത് എഫക്റ്റീവ് ഡൊമൈൻ അല്ലെങ്കിൽ എഫക്റ്റീവ് എബിലിറ്റീസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ ഇത് എന്താണെന്ന്, വാട്ട് ഡു യു തിങ്ക് ദിസ് ഇസ്? ഈ ഒരു എഫക്റ്റീവ്
എന്ന് പറയുമ്പോൾ ഏതൊക്കെയായിരിക്കും അതിൻ്റെ എക്സാമ്പിൾസ്? ഇവിടെ നിങ്ങൾക്കുള്ള ഓപ്ഷൻസ് കംപ്ലീറ്റ് സെയിം ഓപ്ഷൻസ് ആണ്. നിങ്ങൾ നേരത്തെ കണ്ട ആ ഒരു ക്വസ്റ്റ്യൻ 8 കണ്ട അതേ ഓപ്ഷൻസ് ആണ് ഇവിടെ. അതിനകത്ത് ഓപ്ഷൻ ബിയിൽ ഉണ്ടായിരുന്നതെല്ലാം കൊഗ്നിറ്റീവ് എബിലിറ്റീസും, ഇനിയിപ്പം ഏത് ഓപ്ഷനിലാണ് നമുക്ക് ഈ എഫക്റ്റീവ്? ഉമുൽ ഹെറ ചോദിച്ചു ഓപ്ഷൻ എ കംസ് അണ്ടർ വിച്ച് എബിലിറ്റി എന്ന് ചോദിച്ചില്ലേ? അതിൻ്റെ ആൻസർ ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. അപ്പോൾ അതിനെ ശരിക്കും അത് എഫക്റ്റീവ് ഡൊമെയിൻ ആണ്. ഇവിടെ നമുക്ക് ബോത്ത് ഡൊമെയിൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ദിസ് ഇസ് സംതിങ് ദാറ്റ് വി ഹാവ് ടു സ്റ്റഡി ദ ഡിഫറെന്റ് ഡൊമെയിൻസ് അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്ത് ലേൺ ചെയ്ത് പ്രോസസ്സ് ചെയ്ത് പോകുന്നത് എന്നുള്ളതിന് കുറച്ച് ടെക്നിക്കൽ ടേംസ് ഉണ്ട് അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിലൊന്ന് കോഗ്നിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെയുള്ള എബിലിറ്റീസ്, നോളജ് ഗെയിൻ ചെയ്യുന്നത്. അപ്പൊ അക്വയർ നോളജ് എന്ന് പറഞ്ഞാൽ ശരിക്കും അതിന്റെ ഒരു എക്സാമ്പിൾ എന്താണ്? അക്വയർ നോളജ് എന്ന്, ഇപ്പൊ നോളജ് ഗെയിൻ ചെയ്യുക. അപ്പൊ നോളജ് ഗെയിൻ ചെയ്ത് ആ ഒരു നോളജ് അക്വയർ ചെയ്യുന്ന ആ ഒരു സ്റ്റേജിൽ അത് കംപ്ലീറ്റ് നമ്മൾ ഉപയോഗിക്കാൻ കഴിയണം എന്നില്ല. ഉദാഹരണത്തിന് ഇപ്പൊ നമ്മളൊരു ഒരു 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 നാരങ്ങയുടെ കാര്യം നമ്മൾ സംസാരിക്കുകയാണ്. അപ്പൊ ആ നാരങ്ങയുടെ നോളജ് ഗെയിനിങ് ആ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് വാട്ട് ഇസ് ഇറ്റ്? ശരിക്കും ആ ഒരു സ്റ്റേജ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് നമുക്കിപ്പോൾ പറയാൻ പറ്റുന്നത് എന്താണ്? അതിൻ്റെ ഷേപ്പ്, സൈസ്, കളർ, അതിൻ്റെ ടേസ്റ്റ് എന്താണ്, ഇത്രയൊക്കെ പറയാൻ പറ്റിയാൽ ആ ഒരു നാരങ്ങയുടെ നോളജ് നമുക്ക് ഗെയിൻ ചെയ്ത് കഴിഞ്ഞു, നോളജ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ലാംഗ്വേജ് ആണ് പഠിപ്പിക്കുന്നതെങ്കിൽ, സേ ഫോർ എക്സാമ്പിൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു, അപ്പോൾ സ്പോക്കൺ ആ ഒരു ലാംഗ്വേജിലോട്ട് അല്ലെങ്കിൽ ഇംഗ്ലീഷ് എന്ന ആ ഒരു ജനറൽ കോൺസെപ്റ്റിൽ നമ്മൾ ഇംഗ്ലീഷ് പഠിപ്പിച്ചാലും അതിൻ്റെ വേർഡ്സും ആ വേർഡ്സിന്റെ മീനിങ്സും മനസ്സിലാക്കാൻ കഴിയുമ്പോഴത്തേക്ക് അവിടെ വരുന്നതാണ് ശരിക്കും ആ ഒരു അക്വയറിംഗ് നോളജ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ 9th ഇസ് ഓപ്ഷൻ എ. ആറ്റിറ്റ്യൂഡ്, അപ്രിസിയേഷൻ, ഇൻട്രസ്റ്റ്, വാല്യൂസ്, ഡെഡിക്കേഷൻ ടു ഐഡിയാസ്, ഇതൊക്കെയാണ് ശരിക്കും എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഫീലിങ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആ ഒരു സംഗതികളാണ് ഈ ഒരു എഫക്റ്റീവ് ഡൊമെയിനിൽ വരുന്നത്. ഇപ്പൊ ഫീലിങ്സ്, ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ആ ഒരു വ്യക്തിയുടെ സ്വഭാവത്തിന്റെ ഭാഗമായിട്ട് വരും, ആ ഒരു വ്യക്തിയുടെ ഫീലിങ്സിന്റെ ഭാഗമായിട്ട് വരും. അപ്രിസിയേഷൻ, നമുക്കൊരു സംഗതി നമ്മൾ എന്തെങ്കിലും പഠിച്ച് അതിനെ നമുക്ക് അപ്രിഷിയേറ്റ് ചെയ്യാൻ കഴിയുക, അല്ലെങ്കിൽ നമ്മുടെ ഇൻട്രസ്റ്റ് എന്താണ്. ഇല്ല, അനുപയസി 2 ഓപ്ഷനും കൂടെ ഒന്നിച്ചതിനകത്ത് വരില്ല. ഓക്കെ, കാരണം നമ്മൾ സ്പെസിഫിക്കലി എഫക്റ്റീവ് ഡൊമെയിനിൽ എന്തൊക്കെയാണ് അവിടെ വരുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഈ ചോദ്യം ഇവിടെ. അപ്പൊ എഫക്റ്റീവ് ഡൊമെയിന്റെ ആൻസർ ഇസ് ഓപ്ഷൻ എ. അതേപോലെ യു ഹാവ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനിയിപ്പോ നമുക്ക് ഒരു ഡൊമെയിനും കൂടി ഉണ്ട്. ഓക്കെ, അപ്പോ സൈക്കോമോട്ടർ ഡൊമെയിൻ എന്നാണ് ഈ ഒരു തേർഡ് ഡൊമെയിനെ പറയുന്നത്. ഇവിടെ ഇതിന്റെ ഓപ്ഷൻ ആൻസർ ഓപ്ഷൻ സി തന്നെയാണ്. അപ്പൊ സൈക്കോമോട്ടർ നമ്മുടെ മോട്ടോർ പാർട്സ് യൂസ് ചെയ്ത്, നമ്മുടെ ബോഡി പാർട്സ്, കൈ, കാല്, കണ്ണ്, മൂക്ക്, ഇതൊക്കെ യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ യൂസ് ചെയ്ത് നമ്മൾ പഠിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അതാണ് റൈറ്റിംഗ്, റീഡിങ്, കാൽക്കുലേറ്റിംഗ്, സിംഗിങ്, ഡാൻസിങ്, ഇങ്ങനെയൊക്കെയുള്ള നമ്മൾ പഠിച്ചെടുക്കുന്ന കാര്യങ്ങൾ, അതിനെയാണ് സൈക്കോമോട്ടോർ ഡൊമെയിൻ എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ആയിട്ട് നടക്കുന്നത് ഈ 3 ഡൊമെയിൻസിലൂടെയാണ്. ഒന്ന് കോഗ്നിറ്റീവ് ഡൊമെയിൻ, എഫക്റ്റീവ് ഡൊമെയിൻ ആൻഡ് സൈക്കോമോട്ടോർ ഡൊമെയിൻ. ഈ 3 ഡൊമെയിൻസിലൂടെയാണ് ഒരു വ്യക്തിയുടെ വിദ്യാഭ്യാസം കംപ്ലീറ്റ് നടക്കുന്നത്. റൈറ്റ്, അതിന്റെ ഒരു ഐഡിയ, അതിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് ഇവിടെ നമ്മൾ ഈ നോക്കിയ 3 ക്വസ്റ്റ്യൻസും അതിന്റെ സ്ട്രെയിറ്റ് ക്വസ്റ്റ്യൻസ്, അതിന്റെ ഡെഫിനിഷൻ എന്താണ് എന്ന് മനസ്സിലാക്കുന്ന തരത്തിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇവിടെ ഈ നോക്കിയത്. ഇനി വേറൊരു ക്വസ്റ്റ്യൻ, ഇഫ് ഐ ഹാവ് ടു ആസ്ക് യു എ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് കൈൻഡ് ഓഫ് എ ക്വസ്റ്റ്യൻ. അപ്പൊ ശരിക്കും നമുക്ക് ടീച്ചിങ്ങിന് യൂസ് ചെയ്യാനുള്ള നമ്മുടെ എക്യുപ്മെന്റ്സിന്റെ കൂട്ടത്തിൽ വരും ഒരു പക്ഷേ ഒരു ലാംഗ്വേജ് ലാബ് എന്ന് പറയുമ്പോൾ. വാട്ട് ഡു യു തിങ്ക് ഇസ് ദ ആൻസർ ഫോർ ദിസ്? ലാംഗ്വേജ് ലാബ്. അപ്പൊ ഇവിടെ നോക്കിക്കോ, ഇനിയിപ്പം നമ്പേഴ്സ് വീണ്ടും ഇവിടെ 1 എന്നും പറഞ്ഞാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ബിക്കോസ് ദീസ് ക്വസ്റ്റ്യൻസ് ആർ സ്ലൈറ്റ്ലി ഡിഫറെന്റ് ടു വാട്ട് യു സോ ഏർലിയർ. അപ്പൊ ലാംഗ്വേജ് ലാബ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? റീഡിങ്, റൈറ്റിംഗ് ആണോ? സ്പീക്കിംഗ്, ലിസ്ണിംഗ് ആണോ? റീഡിങ് ആൻഡ് സ്പീക്കിംഗ് ആണോ? അതോ ഇതെല്ലാത്തിനും ലാംഗ്വേജ് ലാബ് യൂസ് ചെയ്യുന്നു? ഓക്കെ, അപ്പം ഈ ലാംഗ്വേജ് ലാബിന്റെ ക്വസ്റ്റ്യൻസ് ആണോ ഇവിടെ? ഡി, സി, ടി, സി, ഡി,
Okay, so you are still now, moving between D and C. ശരിക്കും ഡിയും സിയും അല്ല, ലാംഗ്വേജ് ലാബ്. നമുക്ക് റീഡിംഗ് പഠിക്കുന്നതിന് നമുക്കൊരു ലാംഗ്വേജ് ലാബിന്റെ ആവശ്യമുണ്ടോ? റീഡിങ്ങിന് നമുക്കാകെ വേണ്ടിയത് പഠിപ്പിക്കാൻ ഒരു ടീച്ചറും വായിക്കാൻ ഒരു ബുക്കും അല്ലെങ്കിൽ വായിക്കാനുള്ള ടെക്സ്റ്റ്, ഇത് മാത്രം മതിയല്ലോ. വി ഡോണ്ട് നീഡ് എ ലാബ് ടു ലേൺ റീഡിങ്. ആൻഡ് അതേ കണക്ക് തന്നെ റൈറ്റിങ്ങിന് യു ജസ്റ്റ് നീഡ് എ പെൻസിൽ ഓർ എ പെൻ ആൻഡ് എ പേപ്പർ. ഇത് നമുക്ക് റൈറ്റിംഗ് ചെയ്യാൻ പറ്റും. യു നെസസറിലി ഡോണ്ട് നീഡ് എ ലാംഗ്വേജ് ലാബ്. നമ്മൾ ലാംഗ്വേജ് ലാബ്സ് ബേസിക്കലി സെറ്റപ്പ് ചെയ്യുന്നത് സ്പീക്കിങ്ങിനും ലിസണിങ്ങിനും വേണ്ടിയിട്ടാണ്. കാരണം ലിസണിങ്ങിന് ഒരു പക്ഷെ ആരെങ്കിലും സംസാരിക്കണം, അതൊരു ടീച്ചർക്ക് സംസാരിക്കാം. പക്ഷെ ആ ഒരു ട്രെയിനിങ് കുറെ കൂടെ എക്സ്റ്റെൻസീവ് ആയിട്ട് മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ ലാബ്സിന്റെ ആ ഒരു ഹെൽപ്പ് എടുക്കുന്ന ലാംഗ്വേജ് ലാബ്സ് ഒരു പക്ഷേ സ്കൂൾസിൽ ക്രിയേറ്റ് ചെയ്യുന്ന. അപ്പോൾ സൈലന്റ് ആയിട്ട് ഒരു റൂമിലിരുന്ന് ആ ഒരു സ്റ്റുഡൻറ്റിന് ലിസണിങ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. പ്രോബബ്ലി അവിടെ ഒരു കമ്പ്യൂട്ടർ ഉണ്ടാകും, ഇതേ കണക്കൊരു ഹെഡ്ഫോൺ ഉണ്ടാകും, ആൻഡ് ഹി ലിസൺസ്. ആൻഡ് സ്പീക്കിങ്ങിനും വേണ്ടി ഇത് തന്നെ യൂസ് ചെയ്യും, ലാംഗ്വേജ് ലാബ് തന്നെ യൂസ് ചെയ്യും. കാരണം സ്പീക്കിങ്ങിന് നമ്മൾ റെക്കോർഡ് ചെയ്യിപ്പിക്കുന്ന ഒരു സമ്പ്രദായം കൂടിയുണ്ട് സ്പീക്കിങ്ങിന്. അതിനും എക്യുപ്മെന്റ്സ് എക്സ്ട്രാ വേണം ക്ലാസ്സിൽ ഉള്ളതിനേക്കാളും. സോ സ്പീക്കിംഗ് ആൻഡ് ലിസണിങ് ഓപ്ഷൻ ബി ആണ്. ലാംഗ്വേജ് ലാബ്സിൽ നമ്മൾ ഓപ്ഷൻ ബി ആണ്. സ്പീക്കിംഗ് ലിസണിങ് മാത്രമാണ് നമ്മൾ അവിടെ അവിടുത്തെ പ്രധാന ഫോക്കസ്. ദ അതർ തിങ്സ് ആർ നോട്ട് ടേക്കൻ ടു എ ലാബ്. Okay, right. Next one that we have here is, which of the following is the main objective of teaching? ടീച്ചിങ്ങിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്താണ്? നമുക്ക് is it to give information related to syllabus, or is it to develop thinking power of students, or is it to dictate notes to a student, or is it to prepare students for the exam? Okay, ഉമ ഗോവിന്ദ്, അപർണ, നിങ്ങളിപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപർണ കഴിഞ്ഞ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ്, അപ്പം ഞാനിപ്പോൾ സ്ക്രീനിൽ കാണുന്ന അതാണ്. സോ ദിസ് ഇസ് അഗെയിൻ ക്വസ്റ്റ്യൻ നമ്പർ 2. ഇതിന്റെ ആൻസർ, വാട്ട് ഡു യു തിങ്ക് ഇസ് ദി ആൻസർ? നമുക്ക് ശരിക്കും എന്താ പറയേണ്ടത്? ബി തന്നെയാണ്. ദീപ്തി, യു ഹാവ് ഗിവൻ us ദി ആൻസർ. അപ്പോൾ ഓപ്ഷൻ ബി തന്നെയാണ് നമുക്കിവിടെ അതിന്റെ റൈറ്റ് ആൻസർ, ടു ഡെവലപ്പ് തിങ്കിങ് പവർ ഓഫ് എ സ്റ്റുഡൻറ് എന്നുള്ളത്. ഇതാണ് നമ്മുടെ ടീച്ചിങ്ങിന്റെ ആ ഒരു പ്രധാന ഒബ്ജക്റ്റീവ്. അപ്പോൾ പല ഒബ്ജക്റ്റീവ്സ് തന്നിട്ട് വാട്ട് ഇസ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് ടീച്ചിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഇതുണ്ട് എങ്കിൽ then this is the answer that you can go ahead and select. Yes guys, it is option B. Which of the following is a good method of teaching? ടീച്ചിങ്ങിന് പല ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. ലെക്ചർ ഒരു മെത്തേഡാണ്, ഡിക്റ്റേഷൻ ഒരു മെത്തേഡാണ്, സെമിനാർ ഒരു മെത്തേഡാണ്, പ്രോജക്റ്റ് ഒരു മെത്തേഡാണ്, അതേപോലെ അസൈൻമെന്റ് ഒരു മെത്തേഡാണ്. വിച്ച് മെത്തേഡ് ഡു യു തിങ്ക് ഇസ് ദ ബെസ്റ്റ് മെത്തേഡ്, അല്ലെങ്കിൽ ഒരു ഗുഡ് മെത്തേഡ്? ഈ തന്നിട്ടുള്ള മെത്തേഡ്സിൽ വെച്ച് ഒരു ഗുഡ് മെത്തേഡ് എന്ന് പറയാം. ഷാഫി, സജീന, രശ്മി. ഓക്കെ രശ്മി, നിങ്ങളിപ്പോൾ തന്നേക്കുന്ന ആൻസർ ഇസ് ബി. യെസ്, അതിന്റെ ആൻസർ ബി തന്നെയാണ്. ഇറ്റ് ഇസ് സെമിനാർ ആൻഡ് പ്രോജക്റ്റ്. കാരണം സെമിനാർ ആൻഡ് പ്രോജക്റ്റ് നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് ഉണ്ടാകുന്ന ഗുണമെന്ന് പറഞ്ഞാൽ മറ്റ് മെത്തേഡ്സിന്റെ ഒക്കെ ആ ഒരു എസെൻസ് സെമിനാറിലും പ്രോജക്റ്റിലും കൂടെ വരുന്നുണ്ട്. സോ സെമിനാർ ആൻഡ് പ്രോജക്റ്റ് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ ഇറ്റ് വിൽ ഹാവ് ഇറ്റ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് മെനി മെത്തേഡ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ അതാണ് ഒരു ഗുഡ് മെത്തേഡ് ഓഫ് ടീച്ചിങ്. നെക്സ്റ്റ് വൺ, effectiveness of teaching depends on what? On qualification of the teacher, personality of teacher, handwriting of the teacher, or subject understanding of the teacher. ഓക്കെ, ടീച്ചറിന്റെ എഫക്റ്റീവ്നെസ് അളക്കുന്നതിനോ അല്ലെങ്കിൽ എഫക്റ്റീവ് ആണെന്ന് പറയുന്നതിനോ ഇതിലും അധികം കാര്യങ്ങളുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള ഈ 4 ഓപ്ഷൻസിൽ ഏത് ഓപ്ഷൻ ആണ് പ്രധാനമായിട്ട് ടീച്ചറിന്റെ എഫക്റ്റീവ്നെസ്? യെസ്, ഓപ്ഷൻ ഡി എന്ന് നോക്കിയിട്ടുള്ളവർക്കെല്ലാം യു ആർ റൈറ്റ്, ഓപ്ഷൻ ഡി. അപ്പൊ ഈ 4 തന്നേക്കുന്നതിനകത്ത് സബ്ജക്ട് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ടീച്ചർ ആണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. കാരണം ആ ഒരു സബ്ജക്ട് നോളജ് ടീച്ചർക്ക് ഇല്ല എങ്കിൽ then it really becomes very difficult. Now, B alla. Okay, so Ashna saying the answer for B. Okay, fine.
Now, ടീച്ചിങ് എയ്ഡ്സ്. എന്തിനാണ് ടീച്ചിങ് എയ്ഡ്സ് അല്ലെങ്കിൽ ടീച്ചിങ്ങിന് വേണ്ട ആ ഒരു ടൂൾസ് ടീച്ചേഴ്സ് യൂസ് ചെയ്യുന്നത്? വൈ ഡു ടീച്ചേഴ്സ് യൂസ് ടീച്ചിങ് എയ്ഡ്സ്? മേക്ക് ടീച്ചിങ് ഇൻട്രസ്റ്റിംഗ്, മേക്ക് ടീച്ചിങ് വിത്ത് an അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ഓഫ് സ്റ്റുഡൻസ്, മേക്ക് സ്റ്റുഡൻസ് അറ്റൻറ്റീവ്, അതോ ജസ്റ്റ് അതവിടെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കണം എന്നുള്ളതാണോ? അപ്പോൾ ടീച്ചിങ് എയ്ഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കിന്നുള്ള ഒരുപാട് മോഡേൺ ടീച്ചിങ് എയ്ഡ്സ് ഉണ്ട്. അതാകാം അപ്പോൾ നമ്മൾ എന്താ പറയേണ്ടത്, ആ ഇലക്ട്രോണിക് സ്ക്രീൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ലാപ്ടോപ്സ് യൂസ് ചെയ്യുന്നത്, ഇതൊക്കെ. അപ്പോൾ ടീച്ചിങ് ഇൻട്രസ്റ്റിംഗ് ആക്കുകയാണോ അതോ ടീച്ചിങ് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ലെവലിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണോ? അപ്പൊ നമ്മൾ ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഏതിനായിരിക്കും കൂടുതൽ വെയിറ്റേജ്? ടീച്ചിങ് അത് ഇൻട്രസ്റ്റിംഗ് ആവുകയാണോ? ഓക്കെ, അപ്പോൾ ചില ഓപ്ഷൻസ് ഇവിടെ ഓപ്ഷൻ എ ആൻഡ് ഓപ്ഷൻ സി ചൂസ് ചെയ്ത ആൾക്കാരുണ്ട്. ആൻഡ് ഐ കെൻ സി ഓപ്ഷൻ ബിയും ഇവിടെ ചൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഷൈമ ശ്രീജിത്ത് യു സേ സ്ലൈഡ് ക്ലിയർ അല്ല സർ. അപ്പോൾ സ്ലൈഡ് ഒരു പക്ഷേ റേഞ്ച് സ്വല്പം കുറവാണെങ്കിൽ സ്ലൈഡ് ക്ലിയർ അല്ലാതെ വരുന്ന ഒരു സാഹചര്യം വരും. അതൊന്നും കൂടെ വാച്ച് ചെയ്യുമ്പോഴത്തേക്ക് അത് ക്ലിയർ ആയിട്ട് വരും. അല്ലെങ്കിൽ ഇച്ചിരി കൂടെ ആ ഒരു സിഗ്നൽ സ്ട്രെങ്ത് ഉള്ളിടത്തോട്ടിരുന്നാൽ സ്ലൈഡ് ക്ലിയർ ആയിട്ട് കിട്ടും. ക്ഷമ, ബാക്കിയുള്ളവർക്ക് സ്ലൈഡ് ക്ലിയർ ആയിട്ട് കാണാമോ? അല്ലെ അതോ ഇതൊരു കോമൺ ഇഷ്യൂ ആണോ? ഇവിടെ നമുക്ക് ഓപ്ഷൻ ബി ആണ് നമ്മുടെ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ. മേക്കിംഗ് ടീച്ചിങ് വിതിൻ അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ഓഫ് സ്റ്റുഡൻസ്. അപ്പൊ ടീച്ചിങ് എയ്ഡ്സ് എന്ന് പറയുമ്പം ജസ്റ്റ് ആ ഒരു ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് മാത്രമല്ലല്ലോ ഉള്ളത്. മോഡൽസ് യൂസ് ചെയ്യും ടീച്ചേഴ്സ് ടീച്ചിങ് എയ്ഡ്സ് ആയിട്ട്. ആൻഡ് എന്താ പറയേണ്ടത്, മോഡൽസിന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടൊരു മോഡൽ നമ്മൾ പറയുന്നത് നമ്മുടെ ഗ്ലോബ് യൂസ് ചെയ്യുന്നത് അല്ലേ? ഗ്ലോബ് യൂസ് ചെയ്ത് പഠിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് ശരിക്കും എന്തിനാ ഇൻട്രസ്റ്റിംഗ് ആക്കാം, ടീച്ചിങ് സ്റ്റുഡൻസിനെ അറ്റൻറ്റീവ് ആക്കുകയും ചെയ്യാം. പക്ഷേ ആ ഒരു മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറെ കൂടെ എന്താ പറയേണ്ടത്, ഹെൽപ്ഫുൾ ആയിരിക്കും നമ്മൾ ടീച്ചിങ് എയ്ഡ്സ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക്. സോ ടു ബ്രിങ് ഇറ്റ് വിതിൻ ദ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ഓഫ് ദ സ്റ്റുഡൻസ്. അപ്പൊ നമ്മൾ ബി ആണ് ഇതിനുള്ള റൈറ്റ് ഓപ്ഷൻ അല്ലെങ്കിൽ റൈറ്റ് ആൻസർ എന്നുള്ളത്. സ്റ്റുഡൻസിന്റെ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ലെവലിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്. ടീച്ചിങ് ഇൻട്രസ്റ്റിംഗ് ആക്കാനായിട്ട് ടീച്ചിങ് എയ്ഡ്സ് ഇല്ലാതെ നമുക്ക് ടീച്ചിങ് ഇൻട്രസ്റ്റിംഗ് ആക്കാം അല്ലേ? സ്റ്റുഡൻസിനെ അറ്റൻറ്റീവ് ആക്കുന്നത് ടീച്ചിങ് എയ്ഡ്സ് ഇല്ലാതെയും നമുക്ക് സ്റ്റുഡൻസിനെ അറ്റൻറ്റീവ് ആക്കി കൊണ്ടുവരാൻ പറ്റും. സോ യാ, ദാറ്റ്സ് ദ ഡിഫറൻസ്. യാ, നെക്സ്റ്റ് വൺ. Which of the following is not a prescribed level of teaching? Okay, നമുക്ക് 3 ലെവൽസ് ഓഫ് ടീച്ചിങ് ഉണ്ട്. അതിൽ ഒരെണ്ണം മെമ്മറി ലെവലാണ്. ബാക്കി 2 ലെവൽസ് ഏതൊക്കെയാ? ഇതിനകത്ത് ഒരെണ്ണം ഇസ് നോട്ട് എ പ്രിസ്ക്രൈബ്ഡ് ലെവൽ ഓഫ് ടീച്ചിങ്. 3 ലെവൽസ് ഓഫ് ടീച്ചിങ്ങേ ആകെ ഉള്ളൂ. അപ്പൊ വിച്ച് ഇസ് ദ ഓഡ് വൺ ഔട്ട്? ഓക്കെ ഓക്കെ നസൂറ, ക്ലിയർ ആണല്ലോ അല്ലെ? അപ്പൊ ഇവിടെ വിച്ച് ഇസ് ദ ഓഡ് വൺ ഔട്ട്? ഒരു ലെവൽ ഓഫ് ടീച്ചിങ് അല്ലാത്തത് ഇവിടെ ഏതാണ്? Question 6, Reshmi says D, Umal Hera says C, Anupaya says D, Uma Govind D, Sharanya says differentiation. Yes, I would like to agree with ഡി ഓപ്ഷൻ ആയിട്ട് ചൂസ് ചെയ്ത എല്ലാവരുടെയും കൂടെ ഞാൻ എഗ്രി ചെയ്യുന്നു. അത് തന്നെയാണ് നമ്മുടെ ആ ഒരു റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. കാരണം ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് ഒരു ടീച്ചിങ്ങിന്റെ ലെവൽ അല്ല. അപ്പൊ പ്രിസ്ക്രൈബ്ഡ് ലെവൽസ് ഓഫ് ടീച്ചിങ് ഉണ്ട്. അതിലൊരെണ്ണം മെമ്മറി ലെവൽ, കാണാതെ പഠിപ്പിക്കുന്ന ലെവൽ, അണ്ടർസ്റ്റാൻഡിങ് ലെവൽ, അത് മനസ്സിലാക്കി പഠിച്ചു പോകുന്ന ആ ഒരു ലെവൽ, റിഫ്ലെക്റ്റീവ് ലെവൽ വിച്ച് ഇസ് പ്രോബബ്ലി എ ഹയർ ലെവൽ. നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാം, അതിനെ ഒരു പക്ഷേ റീപ്രൊഡ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ ആ നോളജിനെ അപ്ലൈ ചെയ്യത്തക്ക രീതിയിൽ നമുക്ക് വന്നേക്കുന്ന ഒരു സിറ്റുവേഷൻ. അതിൻ്റെ ഒരു ക്വിക്ക് എക്സ്പ്ലനേഷൻ പറയാനാണെങ്കിൽ ഇതാണ്. ആൻഡ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് ഒരു ലെവലല്ല. എപ്പോഴും ഓർത്ത് വെച്ചോളുക, ആകെ 3 ലെവൽസ് ഓഫ് ടീച്ചിങ് ആണുള്ളത്. മെമ്മറി, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റിഫ്ലെക്റ്റീവ്. ഇങ്ങനെ 3 പ്രിസ്ക്രൈബ്ഡ് ലെവൽസ് മാത്രമാണുള്ളത്. അതിൻ്റെ കൂടെ ഡിഫറൻസിയേഷൻ പോലെ വേറെ ഏത് വേർഡ് നിങ്ങൾ കണ്ടിരുന്നാലും you can choose that as the odd one out. And the next one,
attitude of a teacher that affect teaching pertains to. ഓക്കെ, നമ്മൾ ഇച്ചിരി മുമ്പേ നമ്മൾ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ വീണ്ടും ഞാനിവിടെ ചോദിക്കുന്നത്, ഒരു ടീച്ചറുടെ ആറ്റിറ്റ്യൂഡ് അത് ഏത് ഒരു എന്താ പറയേണ്ടത് ടീച്ചിങ് ഏരിയ അല്ലെങ്കിൽ അതിന്റെ ഡൊമൈനെയാണ് എഫക്ട് ചെയ്യാൻ പോകുന്നത്? Roshni Umal Hera, you have said it is effective. Yes, more answers I'm getting. Uma Govind, you also say it is effective. Okay, effective ആണ് ഇതിന്റെ ആൻസർ എന്ന് ചിന്തിച്ചവർക്കെല്ലാം അത് കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു 5 മിനിറ്റ്സോളം സ്പെൻഡ് ചെയ്ത് നമ്മൾ ഈ ഒരു എഫക്റ്റീവ് ഡൊമൈനെ പറ്റിയും കോഗ്നിറ്റീവ് ഡൊമൈനെ പറ്റിയും സൈക്കോമോട്ടർ ഡൊമൈനെ പറ്റി നമ്മൾ സംസാരിച്ചിരുന്നു അല്ലെ. അപ്പൊ അതിനകത്ത് ആറ്റിറ്റ്യൂഡ് ആണ് വരുന്നതെങ്കിൽ അത് ആ ഒരു എഫക്റ്റീവ് ഡൊമൈൻ, സംതിങ് ദാറ്റ് പെർടെയിൻസ് ടു ഫീലിങ്സിലേക്ക് വരുന്ന ആ ഒരു സംഗതി. അപ്പൊ അത് എഫക്റ്റീവ് ഡൊമൈൻ തന്നെയാണ് അതിന്റെ ആ ഒരു ആൻസർ എന്ന് പറയുന്നത്. ഇനി മാക്സിമം പാർട്ടിസിപ്പേഷൻ ഓഫ് സ്റ്റുഡൻസ് ഡ്യൂറിങ് ടീച്ചിങ് ഇസ് പോസിബിൾ ത്രൂ വിച്ച് മെത്തേഡ്? ഏത് മെത്തേഡിലൂടെയാണ് ആ ഒരു മാക്സിമം പാർട്ടിസിപ്പേഷൻ നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റുക? What are the options here? നമുക്ക് 8 I can see Sanjana Karim, you have said B. Rashmi says C. Cognitive domain, no, അങ്ങനെ ഒരു ഡൊമൈൻ നമുക്കില്ല. അത് ജസ്റ്റ് അത് ആ ഒരു ആൻസറിൽ നിങ്ങളെ മിസ്ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിരിക്കുന്ന ഒരു ആൻസർ ആണ്. ഓക്കെ, നമുക്ക് മറ്റു 3 ഡൊമൈൻസ് ആണ് ഉള്ളത്. ആൻഡ് ദീപ്തി 8ന്റെ ആൻസർ ബി ആയിട്ട്, സി ഡെമോൺസ്ട്രേഷൻ ബി. അപ്പോ ഐ മീൻ വൈ ഡു യു റിയലി തിങ്ക് ഡെമോൺസ്ട്രേഷൻ ആണ് എന്താ പറയേണ്ടത് സ്റ്റുഡൻസിന്റെ മാക്സിമം പാർട്ടിസിപ്പേഷൻ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പൊ ഡെമോൺസ്ട്രേഷനിൽ എന്താ പറയേണ്ടത് സ്റ്റുഡൻസിന്റെ പാർട്ടിസിപ്പേഷൻ എന്തുമാത്രം അവിടെ നിന്ന് വരുമെന്നുള്ളത് നോക്കുക ആ ഒരു ഡെമോൺസ്ട്രേഷൻ മെത്തേഡിനകത്ത്. ഒരാളായിരിക്കില്ലേ മിക്കവാറും അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കുക, ഒന്നുകിൽ ടീച്ചർ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒരാളായിരിക്കും അവിടെ ഡെമോൺസ്ട്രേഷൻ നടത്തുന്നത്. സോ ഹു വുഡ് ബി? അപ്പൊ എന്ത് ലെക്ചർ മെത്തേഡിലാണോ? അതായത് സ്റ്റുഡൻസിനെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമുക്ക് പഠിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മെത്തേഡ് എന്നുള്ളതാണ്. ഇപ്പൊ ലെക്ചർ മെത്തേഡ് മോസ്റ്റ് ഓഫ് ദ ടൈംസ് അതൊരു വൺ വേ മെത്തേഡാ. ടീച്ചർ അങ്ങ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, സ്റ്റുഡൻസ് അത് കേട്ടുകൊണ്ടേയിരിക്കുന്നു. ഇതാണ് നമ്മുടെ ലെക്ചർ മെത്തേഡ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ വൺ വേ ട്രാഫിക്. യെസ്, കം ടു ഓപ്ഷൻ സി, ഇൻഡക്റ്റീവ് മെത്തേഡ്. അപ്പൊ ശരിക്കും ഇൻഡക്റ്റീവ് മെത്തേഡിന്റെ ആ ഒരു പ്രാധാന്യം എന്താണ്? ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്ക്, ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു കോൺസെപ്റ്റ് ഇപ്പൊ പഠിപ്പിക്കണം സ്റ്റുഡൻസിനെ, അല്ലെങ്കിൽ ഒരു റൂൾ അവരെ പഠിപ്പിക്കണം. അപ്പോൾ ലെറ്റ് സേ നമ്മൾ ഗ്രാവിറ്റിയുടെ റൂൾ ആണ് ഒരു പക്ഷേ പഠിപ്പിക്കാൻ പോകുന്നത്. ആപ്പിൾ എപ്പോഴും താഴേക്ക് തന്നെയാണല്ലോ വീഴുന്നത്, ആ ഒരു കാര്യം പഠിപ്പിക്കണം. അപ്പോൾ അത് പെട്ടെന്ന് അവരുടെ അടുത്ത് നമ്മൾ ഇത് ഈ ആപ്പിൾ താഴേക്ക് വീഴുമെന്നുള്ളത് ഒരു സ്മോളസ്റ്റ് എക്സാമ്പിൾ ഞാൻ എടുത്തതാണ്. അതിനെ ഒന്നും കൂടെ വിപുലീകരിച്ച് ഞാൻ പറയാം. അപ്പൊ ഒരുപാട് സിറ്റുവേഷൻസ് കാണും കുട്ടികൾക്ക് അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിക്കുന്ന സ്റ്റുഡൻസിന് അറിഞ്ഞുകൂടാത്തത്. അപ്പൊ ഈ ആപ്പിൾ താഴേക്ക് വീഴുന്നു. അപ്പോ അത് നമ്മൾ ആദ്യം റൂള് പറഞ്ഞു കൊടുക്കും. ഓക്കെ, ഗ്രാവിറ്റിയുടെ റൂൾ ഇതാണ്, നമ്മൾ എന്ത് സാധനം ഇട്ടാലും അത് താഴേക്ക് വീഴുന്നു. അത് പറയുന്നതിന് പകരം പല സാധനങ്ങൾ നമ്മൾ ഡ്രോപ്പ് ചെയ്ത് കാണിച്ചു കൊടുക്കുക. ദാറ്റ് ഈസ് ടീച്ചിങ് ത്രൂ എക്സാമ്പിൾസ്. പല എക്സാമ്പിൾസ് കാണിച്ചു കൊടുക്കുന്നു. ഈ എല്ലാ എക്സാമ്പിൾസിനും ഒരേ റിസൾട്ട് കിട്ടുന്നു. എന്നിട്ട് അതിനെ ജനറലൈസ് ചെയ്ത് ഒരു ജനറൽ റൂൾ ആക്കി പറയുന്നു. അതാണ് ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, പെർട്ടിക്കുലർ ടു ജനറൽ, അബ്സല്യൂട്ട്ലി അത് തന്നെ. പെർട്ടിക്കുലർ ടു ജനറൽ, ഷൈമ പറഞ്ഞതുപോലെ പെർട്ടിക്കുലർ ടു ജനറൽ, അതായത് ഓരോ എക്സാമ്പിൾസ്, സ്പെസിഫിക് ആയിട്ടുള്ള എക്സാമ്പിൾസ് എടുത്തിട്ട് നമ്മൾ ജനറൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒന്ന് അവിടെ പറയുന്നത്. ദാറ്റ് ഈസ് ദ ഇൻഡക്റ്റീവ് മെത്തേഡ്. ഓക്കെ, അപ്പോ മാക്സിംസ് ഓഫ് ടീച്ചിങ് എന്ന് പറഞ്ഞ ഒരു സംഗതിയുണ്ട്. അവിടെയാണ് നിങ്ങൾക്ക് ഈ ഇൻഫർമേഷൻ കംപ്ലീറ്റ് ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇൻഡക്റ്റീവ് മെത്തേഡിനെ പറ്റിയൊക്കെ ക്ലിയർ ആയിട്ട് പഠിക്കുന്നതിന് യു വുഡ് ബി ഏബിൾ ടു ആ മാക്സിംസ് എന്നുള്ളതിന്റെ ആ ഒരു ലെസൺ ഒന്ന് കവർ ചെയ്ത് കഴിഞ്ഞാൽ, മാക്സിംസ് ഓഫ് ടീച്ചിങ്
അതിൻ്റെ ആ ഒരു ലെസൺ ഒന്ന് കവർ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ അണ്ടർസ്റ്റാൻഡ് എ ലോട്ട് അബൌട്ട് ദീസ് മെത്തേഡ്സ്. അപ്പോൾ ഇത് ശരിക്കും പർട്ടിക്കുലർ ടു ജനറൽ എന്ന് പറയുമ്പം ഇൻഡക്റ്റീവ് ടു ഡിഡക്റ്റീവ് എന്നാണ് അതിൻ്റെ ആ ടേംസ് അവിടെ വരുന്നത്. അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കണം. ഇറ്റ് ഈസ് റിയലി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. ഇവിടെ identify the category of evaluation that assesses the learning progress to provide continuous feedback to the students during instruction. അപ്പോൾ ആ ഒരു കണ്ടിന്യൂസ് ഫീഡ്ബാക്ക് നമുക്ക് കൊടുക്കുന്ന ആ ഒരു എന്തുവാ പറയേണ്ടത്, കാറ്റഗറി ഓഫ് ഇവാലുവേഷൻ ഇതിനകത്ത് ഏതിനകത്ത് വരും? പ്ലേസ്മെന്റ് വരുമോ, ഡയഗ്നോസിസ് വരുമോ, ഫോർമേറ്റീവ് വരുമോ, സമ്മേറ്റീവ് വരുമോ? ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. അത് സമ്മേറ്റീവ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ലെറ്റ് us just go back to the previous question. എനിക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട് ഫ്രം AK Music World. How can inductive method assure maximum participation of students എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ സ്റ്റുഡൻസിന്റെ പാർട്ടിസിപ്പേഷൻ, അവരെ നമുക്ക് പങ്കെടുപ്പിക്കുക. നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് 4 മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ആണ്. ഇനിയും വേറെ മെത്തേഡ്സ് ഉണ്ട് ടീച്ചിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഇൻഡക്റ്റീവ് മെത്തേഡിനേക്കാളും കൂടുതൽ പാർട്ടിസിപ്പേഷൻ എൻഷുർ ചെയ്യുന്ന മെത്തേഡ്സ് ഉണ്ട്. ഓക്കെ, ലേണിംഗ് ബൈ ഡൂയിങ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ പാർട്ടിസിപ്പേഷൻ അവിടെ പ്രോജക്റ്റ് മെത്തേഡിൽ ഒരു പക്ഷേ കൂടുതൽ പാർട്ടിസിപ്പേഷൻ അവിടെ കൊണ്ടുവരും. പക്ഷെ നമുക്ക് ഇവിടെ ഉള്ള ഓപ്ഷൻസ് ഈ 4 എണ്ണമാണ്: ലെക്ചർ മെത്തേഡ്, ഡെമോൺസ്ട്രേഷൻ മെത്തേഡ്, ഇൻഡക്റ്റീവ് മെത്തേഡ്, ടെക്സ്റ്റ് ബുക്ക് മെത്തേഡ്. ഈ 4 മെത്തേഡ്സിൽ ഏത് മെത്തേഡ് ആയിരിക്കും കൂടുതൽ പാർട്ടിസിപ്പേഷൻ? അപ്പൊ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കുട്ടികളുടെ ആ ഒരു ശ്രദ്ധ ഉണ്ടാകണം, അവരും കൂടെ ആ ഡിസ്കഷന്റെ പാർട്ടാകണം, അവര് നമ്മളടുത്ത് അവർക്ക് ഒരു 2-വേ കമ്മ്യൂണിക്കേഷൻ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് നമുക്ക് മാക്സിമം പാർട്ടിസിപ്പേഷൻ സ്റ്റുഡൻസിന്റെ എൻഷുർ ചെയ്യാൻ പറ്റുന്ന ആ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ ലെക്ചർ മെത്തേഡ് ഡെഫിനറ്റ്ലി 1-വേ കമ്മ്യൂണിക്കേഷൻ. ടെക്സ്റ്റ് ബുക്ക് മെത്തേഡ് അതെന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു ടെക്സ്റ്റ് ബുക്ക് ഫോക്കസ്ഡ് ആയിട്ട് വരുന്ന ആ ഒരു മെത്തേഡാണത്. ഇറ്റ് ഈസ് റിയലി നോട്ട് എ സ്റ്റുഡൻറ് സെൻട്രിക് മെത്തേഡ്. സ്റ്റുഡൻസിന്റെ മാക്സിമം പാർട്ടിസിപ്പേഷൻ നമുക്ക് അവിടെ നിന്ന് കൊണ്ടുവരാൻ പറ്റില്ല, കാരണം എവറിത്തിങ് ഈസ് അറൌണ്ട് ദ ടെക്സ്റ്റ് ബുക്ക് എന്ന് നമുക്ക് പറയാം. ആൻഡ് ഡെമോൺസ്ട്രേഷൻ മെത്തേഡിനകത്തും ഈ ഒരു ലെക്ചർ മെത്തേഡിന് സിമിലർ ആണ് ഡെമോൺസ്ട്രേഷൻ മെത്തേഡ്. ഇപ്പൊ ഞാനിപ്പം ഗ്ലോബ് കാണിച്ചിട്ട് ആ ഗ്ലോബിനെ പറ്റി ഞാൻ പറയുവാണ്, സോ ഞാൻ സംസാരിക്കുന്നത്, പക്ഷെ എൻ്റെ കയ്യിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ ഒരു സാധനമുണ്ട്, ബാക്കിയുള്ളവരെല്ലാം അത് കേൾക്കുന്നു എന്നുള്ളതാണ്. സ്റ്റുഡൻസിന്റെ കയ്യിൽ നിന്നുള്ള ആ ഒരു പാർട്ടിസിപ്പേഷൻ, അതായത് അവരുടെ കോൺട്രിബ്യൂഷൻ ഒന്നും അവിടെ വരുന്നില്ല. നേരെ മറിച്ച് ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പല എക്സാമ്പിൾസ് പറയുക. ഞാൻ ആ ഒരു സെയിം കോൺസെപ്റ്റില് 4 എക്സാമ്പിൾ പറയുമ്പോഴത്തേക്ക് 5-മത്തെ എക്സാമ്പിൾസ് മുതൽ എനിക്ക് സ്റ്റുഡൻസിന്റെ സൈഡിൽ നിന്ന് കിട്ടും. കാരണം അപ്പോഴത്തേക്ക് അവർക്ക് ട്രെൻഡ് മനസ്സിലാകും, ഇനി അടുത്തത് ഏത് സാഹചര്യമാണ് ഇതുമായിട്ട് മാച്ച് ചെയ്ത് പോകുന്നതെന്ന്. അതുകൊണ്ടാണ് ഈ 4 മെത്തേഡ്സിൽ ഇൻഡക്റ്റീവ് മെത്തേഡിനാണ് മാക്സിമം പാർട്ടിസിപ്പേഷൻ എൻഷുർ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് നമ്മൾ പറയുന്നത്. ഐ ഹോപ്പ് ഐ ഹവ് ക്ലിയർഡ് ഇറ്റ് ഫോർ യു, AK മ്യൂസിക് വേൾഡ്. ഓക്കെ, വേറെ കുറച്ച് കമന്റ്സും കൂടെ വന്നിട്ടുണ്ട്. ലെറ്റ്സ് ഹാവ് എ ലുക്ക് അറ്റ് ഇറ്റ്. ഓക്കെ, ഓൾ റൈറ്റ്. ഐ വുഡ് ഡെഫിനറ്റ്ലി, റോഷ്നി, എനിക്ക് ഡിസ്കസ് ചെയ്യണമെന്നുണ്ട് ഡിഫറൻസ് ബിറ്റ്വീൻ സമ്മേറ്റീവ് ആൻഡ് ഇൻഡക്റ്റീവ്. ഈ ടേംസും കാര്യങ്ങളും എല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് മുമ്പോട്ട് പോകണം എന്ന് തന്നെ എനിക്കുണ്ട്. ബട്ട് റിയലി ഇപ്പോൾ നമുക്ക് ഈ ഒരു സെഷനിൽ അതിനുള്ള ടൈം നമുക്കില്ല. ആൻഡ് യു ഹാവ് 2 ഓപ്ഷൻസ്, റോഷ്നി. ഒന്ന്, നമ്മുടെ ക്ലാസ്സിന് ജോയിൻ ചെയ്യുക, where you also get live classes എൻട്രിയുടെ ക്ലാസ്സിലൂടെ. സെക്കൻഡ് ഈസ് ടു വെയിറ്റ്, നമ്മുടെ അടുത്ത വെബിനാർ വരുന്ന ആ ഒരു സമയത്ത് ഡെഫിനറ്റ്ലി ഞാൻ എന്താ പറയേണ്ടത്, നിങ്ങൾ ഈ തരുന്ന കമന്റ്സിൽ നിന്ന് എടുത്തിട്ടുള്ളതായിരിക്കും അടുത്ത നമ്മുടെ ആ ഒരു ടോപ്പിക്കിന്റെ ഒരു പ്രൊപ്പോസൽ ഞാൻ വെക്കുന്നത്. ആ സമയത്ത് വി വിൽ ടേക്ക് ദിസ് ഇൻ ടു കൺസിഡറേഷൻ. റോഷ്നി, ഐ എം റിയലി സോറി, ഇപ്പൊ അത് പറയണമെങ്കിൽ പെട്ടെന്ന് ഐ ഡു നോട്ട് ഹാവ് ഇനഫ് ടൈം. നമുക്കിനി ഒരു 5 മിനിറ്റ്സ് മാത്രമാണ് ഇവിടെ, സോറി, ഒരു 2 മിനിറ്റ്സ് മാത്രമാണ് നമുക്കിവിടെ റിമൈനിങ് ആയിട്ടുള്ളത്. ഓക്കെ, ഓൾ റൈറ്റ്. അപ്പൊ അത് കുറച്ചും കൂടെ നേരത്തെ ഈ ക്വസ്റ്റ്യൻ വന്നിരുന്നെങ്കിൽ എനിക്കൊരു പക്ഷേ ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഷോർട്ട് ചെയ്തിട്ട് എനിക്ക് അതിലേക്ക് പോകാൻ കഴിയുമായിരുന്നു.
അടുത്ത നമുക്ക് ലെറ്റ് സി നമുക്ക് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസും കൂടെ നോക്കാൻ പറ്റുമോ എന്നുള്ളത്. സോ ഐഡന്റിഫൈ ദ കാറ്റഗറി ഓഫ് ഇവാലുവേഷൻ ദാറ്റ് അസസസ് ദ ലേണിംഗ് പ്രോഗ്രസ്. ഓക്കെ ഫൈൻ, ഇത് നമ്മൾ നേരത്തെ നോക്കിയ ഒരു ക്വസ്റ്റ്യൻ്റെ റെപ്പറ്റീഷൻ ആണ് ഇവിടെ വന്നേക്കുന്നത്. ഇതിനെ ബേസ് ചെയ്ത് തന്നെയാണ് എന്താ പറയണ്ടേ റോഷ്നി ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് അല്ലേ. ഐ തിങ്ക് ഓക്കെ. ഇനി വളരെ ജനറിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ലെറ്റ് us കം ഔട്ട് ഓഫ് ഓൾ അവർ യുനോ ആ കോൺസെപ്റ്റ്സ് എന്നൊക്കെ പറഞ്ഞു. വെർച്വൽ യൂണിവേഴ്സിറ്റി. അപ്പൊ ഇന്ത്യയിലെ ഫസ്റ്റ് വെർച്വൽ യൂണിവേഴ്സിറ്റി ഏത് സ്റ്റേറ്റിലായിരുന്നു? ഒരു പക്ഷേ ഈ ഒരു ചോദ്യം നിങ്ങൾക്കൊരു ചോദ്യമായിട്ട് വരണമെന്ന് നിർബന്ധമില്ല. ബട്ട് ദിസ് ഇസ് ഗുഡ് ടു നോ ഇൻഫർമേഷൻ. ഇവിടെ അല്ലെങ്കിൽ എവിടെയെങ്കിലും നിങ്ങളെ ഇത് ഹെൽപ്പ് ചെയ്യും. ഏത് ഓപ്ഷനാണ്? ഓക്കെ, യു ആർ വെൽക്കം AK Music World. I'm glad I had the time to discuss that. പക്ഷേ ഇനി ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഐ എം സാഡ് ഐ കുഡ് നോട്ട് ഗിവ് എൻ എക്സ്പ്ലനേഷൻ ഫോർ ദാറ്റ്. അപ്പോൾ ഇതിന് ഓപ്ഷൻ സി ഉത്തർപ്രദേശ്. ഓപ്ഷൻ ഉമുൽ ഹൈറ. ഓപ്ഷൻ ഡി തന്നെയാണ്. അപ്പോൾ ആദ്യത്തെ വെർച്വൽ യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തത്, ആദ്യത്തെ വെർച്വൽ യൂണിവേഴ്സിറ്റി തമിഴ്നാടുവിലാണ് ഈ ഒരു യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തത്. ആൻഡ് ദാറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 2001. 2001 അവർ ഈ ഒരു യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ആൻഡ് എസ്റ്റാബ്ലിഷ് ചെയ്തതിന്റെ ഓപ്ഷൻ ഡി ആണ് അതിന്റെ റൈറ്റ് ആൻസർ, തമിഴ്നാടു. ആൻഡ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തതിന്റെ ഉദ്ദേശം ശരിക്കും തമിഴ് വംശജർക്ക്, ഇന്ത്യക്ക് പുറത്തുള്ള വിദേശത്തുള്ള തമിഴ് വംശജർക്ക് തമിഴിനെ പറ്റി പഠിക്കാനും ആ ഒരു ഭാഷ പഠിക്കാനും തമിഴിന്റെ കൾച്ചർ അവർക്ക് അന്യമായി പോകാതെ അതിനെപ്പറ്റി പഠിക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു യൂണിവേഴ്സിറ്റി അവർ സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് അവർക്ക് BA MA പ്രോഗ്രാംസ് ഒക്കെ ഒരുപാട് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ആർട്സിൽ അവർ നടത്തുന്നുണ്ട്. സോ ദാറ്റ്സ് ദ ഫസ്റ്റ് വെർച്വൽ യൂണിവേഴ്സിറ്റി. Okay, so we have come to an end of today's session. And see, what I would suggest is, നിങ്ങൾക്ക് ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ പ്ലീസ് പോസ്റ്റ് ദ ക്വസ്റ്റ്യൻസ് ഈ വീഡിയോയുടെ താഴെയിൽ. ഞാൻ ആ ക്വസ്റ്റ്യൻസ് ഒന്നും കൂടെ നോക്കിയിട്ട് I will try to give the answers ഇതിന്റെ താഴെ നോട്ട്സ് ആയിട്ട് തന്നെ കൊടുക്കാനുള്ള ആ ഒരു ശ്രമം ഞാൻ നടത്തും. ആൻഡ് അറ്റ് ദ സെയിം ടൈം അടുത്ത വെബിനാർ എപ്പോഴായിരിക്കും എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കി വെക്കുക. Okay, so you will be able to gain a lot from these webinars. ഇനി അതും അല്ലെങ്കിൽ join for the class with entry. Okay, any other questions? ആർക്കെങ്കിലും? I mean, I wish you could talk to me directly. നമുക്ക് ഈ ഒരു വെബിനാർസിൽ നമുക്കിപ്പം ഈ യൂട്യൂബിൽ ചെയ്യുന്നത് കൊണ്ട് യു കാൻ ടോക്ക് ടു മീ, യു ക്യാൻ ഓൺലി സെൻഡ് മീ മെസ്സേജസ്. ഐ പ്രിഫർ, നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് റിയലി ബീൻ വെരി നൈസ്. ഓക്കെ, അപ്പോ alright, so we will call it a day for today, and hopefully I will see you guys really very soon. Okay, let me just quickly have a look at what are the other. Okay, Shaima, thank you very much. And thank you very much for your participation, for your active participation. Okay, so I'll come back. You're welcome, Sonia Mariam. And thank you very much. I will come back with another session very soon. So until then, let's keep our fingers crossed. So thank you very much for attending. Wish you all a good evening and goodbye.